ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വരട്ടിയതാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മെലഡിയാണ്. ഞാനും മെലഡിയും കൂടിയാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കിയാലോ. മെലഡി എൻ്റെ ഏറ്റവും ഇളയ മോളാണ് കേട്ടോ. എനിക്ക് 2 മക്കളാണുള്ളത്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളത് 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 200 ഗ്രാം ചെറിയുള്ളി, ഒരു ചെറിയ സവോളയുണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആക്കിയത്, പച്ചമുളക്, കരിയാപ്പില, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ആവശ്യത്തിന് കുരുമുളക്, ഉപ്പ്. ഇപ്പം ഞാനൊരു കുക്കർ അടുപ്പ് വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് ആദ്യം ബീഫ് വേവിക്കാം കേട്ടോ. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് വേണം കേട്ടോ. ഇനി ഇത് മൊത്തം എല്ലാം ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഒരു 5 വിസിൽ അടുപ്പിക്കണം കേട്ടോ. അപ്പം 5 വിസിൽ അടിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ, വേവനുസരിച്ച്. അപ്പോൾ കുക്കർ വിസിലടിച്ച് ഓഫാക്കി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാട്ടോ എടുത്തിരിക്കുന്നത്. ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കണം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അപ്പം നമ്മൾ ഉള്ളി ഇടുവാണ് കേട്ടോ. എണ്ണ ഒഴിച്ചിട്ട് ചീനച്ചട്ടിയിലോട്ട് ഉള്ളി ഇട്ട് വഴറ്റണം ആദ്യം. ഉള്ളി നന്നായിട്ട് വഴറ്റണം. ഉള്ളി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ കുറച്ച് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇടുവാണ്. മുഴുവൻ ഞാൻ ഇടുന്നത് കുറച്ച് ഇട്ടോട്ടെ. കരിയാപ്പില ഇടണം. വരെ നമുക്ക് ഉപ്പിടാവേ. അതനുസരിച്ച് ബീഫിന് ഉപ്പ് ചേർത്താൽ മതി. കുറച്ച് ഉപ്പ് ബീഫ് വേവിക്കാനായിട്ട് ചേർത്തായിരുന്നു കേട്ടോ. നന്നായിട്ട് വഴന്നിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം കേട്ടോ. എടുത്ത് വെച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഒരു നുള്ളു പെരിഞ്ജീരകം, എല്ലാം കൂടി
പച്ച മണം നല്ല മാറുന്നത് വരെ വഴറ്റണേ. അപ്പോൾ ഇത് നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. പൊടിയുടെ പച്ചമണമൊക്കെ മാറി. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച് ബീഫ് ഇതിലേക്ക് ചേർക്കുക. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഇതിലേക്ക് ചേർക്കുക. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ തെറിച്ചത്. ചൂട് ഇല്ലെങ്കിൽ ഇതിരുന്ന് ഇങ്ങനെ പറ്റി കുലുക്കി വരണം. നമ്മൾ കുരുമുളകൊക്കെ ഇട്ടു. 2 സ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട് ഞാൻ. കുരുമുളക് ഇഷ്ടമുള്ളവർ കുരുമുളക് കുറച്ച് നമ്മൾ മുന്നിട്ട് നിൽക്കുന്നതാണ് നല്ലത്. കുരുമുളക് കുറച്ച് മുന്നിൽ നിൽക്കുന്നത് ബീഫ് പുലർത്തിയതിന് നല്ലതാണ്. അതാണ് ഏറ്റവും ടേസ്റ്റ് നൽകുന്നത്. കുറച്ച് ഞാൻ ഡ്രൈ ഫ്രൈ ചെയ്യുവാണേ. അപ്പം നമുക്കിത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കൈയെടുക്കാതെ. ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല കറുത്ത് വരുന്നത് വരെ ഡ്രൈ ആക്കി എടുക്കണം. ഇതിന് ഉണങ്ങി വരണം. ഉണങ്ങി നല്ല കറുത്ത് ഡ്രൈ ആയിട്ട് വരണം. അപ്പോഴാണ് ഡ്രൈ ആയിട്ട് നല്ല ടേസ്റ്റാണ്. കുരുമുളകൊക്കെ മുന്നിൽ നിൽക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വരണ്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇത് കാണാമല്ലോ അല്ലേ? അപ്പം നല്ല കറുത്ത് നല്ല ഡ്രൈ ആയിട്ട് വന്നു. അപ്പം നമ്മുടെ ബീഫ് വരട്ടിയൊക്കെ റെഡിയായി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ഇടണേ. ലൈക്ക് ഇട്ട് ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക് യു.